ഭഗവാനെ, മഹാദേവ, വിദ്യാമ്മ തന്ന ആ മോതിരം കിഷന്റെ അമ്മയ്ക്ക് കുറച്ചു നേരത്തേക്കെങ്കിലും ഊരിക്കൊടുത്തത് അവിവേകമായി പോയോ? ഒരിക്കലും അത് നഷ്ടപ്പെടുത്തുകയോ കൈമാറ്റം ചെയ്യുകയോ ചെയ്യരുതെന്ന് വിദ്യാമ്മ എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു. പക്ഷെ ആ അമ്മയുടെ വേദന കണ്ടപ്പോ എനിക്ക് ശരിക്കും സങ്കടമായി പോയി. അതുകൊണ്ട് കുറച്ചു നേരത്തേക്ക് അവരെ മോതിരം ചോദിച്ചപ്പോ ഞാനത് ഊരിക്കൊടുത്തത്. അത് തെറ്റായി പോയെങ്കിൽ എനിക്ക് മാപ്പ് തരണേ. വിദ്യാമ്മയ്ക്ക് ഇതിന്റെ പേരിൽ എന്നോട് അനിഷ്ടമൊന്നും തോന്നല്ലേ ഭഗവാനെ. എന്റെ മൂകാംബിക ദേവി, ആ മോതിരം എത്രയും പെട്ടെന്ന് എന്റെ കയ്യിൽ തിരിച്ചെത്തിക്കണേ. എന്തായി നാഗ, ആ മോതിരം നീ കൈവശപ്പെടുത്തിയോ? മോതിരം കിട്ടി ഘോരെ. കിട്ടിയ പാടെ ഞാൻ അതും കൂടെ പോരുകയായിരുന്നു. നന്നായി നാഗ, ഇനി നമുക്ക് ഒന്നും പേടിക്കാനില്ല. ആരും നമ്മുടെ വഴി ഇനി മുടക്കുകയുമില്ല. എവിടെ എവിടെ എവിടെ? എന്താ നാഗ, വേഗം കൈ തുറക്ക്. എനിക്ക് കൈ തുറക്കാൻ പറ്റുന്നില്ല ഘോര. കൈ തുറക്കാൻ പറ്റില്ലെന്നോ? തുറക്കണോ? ഇല്ല ഘോര, എത്ര ശ്രമിച്ചിട്ടും എനിക്ക് പറ്റുന്നില്ല. ഇതൊക്കെ അവളുടെ കളിയാ. അയ്യോ ഘോര, എന്റെ കൈ. അയ്യോ മിണ്ടാതെ നിൽക്കാൻ. ഇത് വല്ല കല്ലോ കവണയെടുത്ത് അടിച്ച് തുറക്കേണ്ടി വരും. അയ്യോ കൊല്ലാൻ ചെയ്യല്ലേ എന്റെ കൈ. അവൾ ഘോരയെ പരീക്ഷിക്കുകയാണ്. പക്ഷേ ഘോര അങ്ങനെ തോറ്റം പിന്മാറില്ല. താൻ എന്റെ കൂടെ വാ, നമുക്ക് എന്റെ സങ്കേതത്തിൽ പോയി മന്ത്രവിധികൾ നടത്തി പുറത്തെടുക്കാം. അവളെപ്പോലെ നിസ്സാരായ ഒരു പെൺകുട്ടി വിചാരിച്ചാൽ ഈ ഉഗ്രസേന ഘോരയെ തോൽപ്പിക്കാനാവില്ലെന്ന് ഇന്ന് ഞാൻ അവൾക്ക് കാണിച്ചു കൊടുക്കാം. എനിക്ക് വേദനിക്കുന്ന അച്ഛാ. ഈശ്വര, എന്റെ കുഞ്ഞിന്റെ അവസ്ഥ കണ്ടേക്ക് പറ്റുന്നില്ല ദേവി എനിക്ക്. മോളെ
അമ്മ ദേവി